പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്കിന്ന് സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റിന്റെ അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. അടുത്ത ഭാഗത്തേക്ക് കിടക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് എ നമ്പർ ഓഫ്, ദ നമ്പർ ഓഫ് എന്നിവ തമ്മിലുള്ള വ്യത്യാസമാണ്. എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് വരാം, ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് വരാം. ഇങ്ങനെ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ധാരാളം വിദ്യാർത്ഥികൾ എന്നാണ് അർത്ഥം. അപ്പോൾ എ നമ്പർ ഓഫ് സ്റ്റുഡൻസിന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്ലൂറൽ വേർബാണ്. എന്നാൽ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റുഡൻസിന്റെ എണ്ണം എന്ന അർത്ഥത്തിലാണ് നമ്പർ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ദ നമ്പർ എന്നത് സിംഗുലറാണ്. അതുകൊണ്ട് ദ നമ്പർ ഓഫിന് ശേഷം നമ്മൾ സിംഗുലർ വേർബാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഓർക്കേണ്ടത് എ നമ്പർ ഓഫ്, അതുപോലെ തന്നെ എ സ്മോൾ നമ്പർ ഓഫ്, എ ലാർജ് നമ്പർ ഓഫ്, എ ഗ്രേറ്റ് നമ്പർ ഓഫ്, ഇങ്ങനെയൊക്കെ വരാം. ഇപ്പൊ എന്ത് എന്നായാലും അവിടെ സബ്ജക്റ്റിന്റെ ഭാഗത്ത് എ നമ്പർ ഓഫ് എന്ന് കാണുന്നുണ്ടെങ്കിൽ ഓർക്കുക, എ നമ്പർ ഓഫിന് ശേഷം ഒരു പ്ലൂറൽ നൗണാണ് വരിക, അതുപോലെ തന്നെ ഒരു പ്ലൂറൽ വേർബാണ് വരിക. A number of colleges have amalgamated to form the new university. A number of colleges have. ഇവിടെ a number of colleges എന്ന് പറയുമ്പോൾ ധാരാളം കോളേജുകൾ. അതുകൊണ്ട് നമുക്കിവിടെ ഹാവ് ഉപയോഗിക്കാം. നമ്പർ എന്ന വാക്ക് സിംഗുലർ ആണ്, പക്ഷേ നമ്പർ ഓഫ് എന്നതിൻ്റെ അർത്ഥം മെനി എന്നാണ്. ഇവിടെ ആ മെനി എന്ന അർത്ഥത്തിൽ വരുമ്പോൾ മെനി കോളേജസ് ഹാവ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. അതേപോലെ there are a large number of centers where you can take full-time courses. There are a large number of centers. A large number of centers. അവിടെ അത് വന്നതുകൊണ്ടാണ് ഇപ്പുറം ആർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഒന്ന് ഓർക്കണം. വേറെ സെൻസ് എടുക്കുകയാണെങ്കിൽ ദ കമ്പനി നൗ ഹാസ് എ ലാർജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഹൂ ഫീൽ ബാഡ്ലി ലെറ്റ് ഡൗൺ. ഇവിടെ എ ലാർജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഹൂ ഫീൽ, ഹൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ലാർജ് നമ്പർ ഓഫ് വർക്കേഴ്സിനെയാണ്. അപ്പോൾ എ ലാർജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഫീൽ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എ നമ്പർ ഓഫ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എ നമ്പർ ഓഫ് പ്ലസ് പ്ലൂറൽ വേർബ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അതേസമയം ദ നമ്പർ ഓഫ് എന്നാണ് വരുന്നതെങ്കിൽ അവിടെ നമ്പറിനെ അതേ സിംഗുലർ ആയിട്ട് എന്ന് കണക്കാക്കുന്നു. അപ്പോൾ എ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുമ്പോൾ ധാരാളം കുട്ടികളെന്നാണെങ്കിൽ ധാരാളം ആൺകുട്ടികളെന്നാണ് അർത്ഥമെങ്കിൽ ദ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുമ്പോൾ ആൺകുട്ടികളുടെ എണ്ണം എന്നാണ് അർത്ഥം. അപ്പം വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദ നമ്പർ ഓഫ് യങ്സ്റ്റേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ക്രൈം ഈസ് ഫ്രൈറ്റനിങ്ലി ഇൻക്രീസിങ് നൗഡേയ്സ്. ദ നമ്പർ ഓഫ് യങ്സ്റ്റേഴ്സ് ഈസ് എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ദ നമ്പർ ഓഫ് എന്ന് വന്നതിനാൽ നമ്മൾ പ്ലൂറൽ വേർബ് ഉപയോഗിക്കരുത്, സിംഗുലർ വേർബ് ഉപയോഗിക്കണം. The number of students now supporting the principal has increased significantly. The number of students has, അവിടെ the number of students have എന്ന് പറയരുത്. അപ്പോൾ എ നമ്പർ ഓഫ് പ്ലസ് പ്ലൂറൽ വേർബ്, ദ നമ്പർ ഓഫ് പ്ലസ് സിംഗുലർ വേർബ്, ഇത് നമ്മളെ മനസ്സിലുണ്ടാവണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ നമുക്ക് ഉത്തരം തെറ്റും. അതുപോലെ ശ്രദ്ധിക്കേണ്ടത് എ ഗുഡ് ഡീൽ ഓഫ് അല്ലെങ്കിൽ എ ഗ്രേറ്റ് ഡീൽ ഓഫ്, അതുപോലെ എ ലാർജ് എമൗണ്ട് ഓഫ്, ഇവ ഒരു സബ്ജക്റ്റിന്റെ ഭാഗത്ത് കണ്ടാൽ ഇവക്ക് ശേഷം വരുന്ന ഒരു അൺകൗണ്ടബിൾ നൗൺ ആയിരിക്കും. മിൽക്ക്, വാട്ടർ, ഓയിൽ, റൈസ്, വീറ്റ് പോലുള്ള ഒരു അൺകൗണ്ടബിൾ നൗൺ, എണ്ണാൻ പറ്റാത്ത നൗൺ.
ഒരു നൗണും നാമം, അതിന് പ്ലൂറൽ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായും പ്ലൂറൽ ഇല്ലാത്തൊരു നൗൺ അഥവാ ഒരു അൺകൗണ്ടബിൾ നൗൺ വന്നാൽ നമുക്ക് തീർച്ചയായും അതിനുശേഷം ഒരു സിംഗുലർ വേർബ് ഉപയോഗിക്കാം. എ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് വേസ്റ്റഡ് എവറി ഡേ. എ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ്. എ ഗ്രേറ്റ് ഡീൽ ഓഫ് ടൈം ഹാസ് ബീൻ സ്പെൻഡ് ഫോർ ദ കമ്പൈലേഷൻ ഓഫ് മൈ ഡിക്ഷണറി. എ ഗ്രേറ്റ് ഡീൽ ഓഫ് ടൈം ഹാസ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രയോഗ രീതിയാണ്. ഇപ്പോൾ എ നമ്പർ ഓഫ് വന്നു, ദ നമ്പർ ഓഫ് വന്നു. ഇവിടെ വരുന്നത് എ ഗുഡ് ഡീൽ ഓഫ്, അല്ലെങ്കിൽ എ ഗ്രേറ്റ് ഡീൽ ഓഫ്, എ ലാർജ് എമൗണ്ട് ഓഫ്. ഇവക്ക് ശേഷം പ്ലൂറൽ നൗണ് വരില്ല. ഇവക്ക് ശേഷം വരുന്നത് ഒരു അൺകൗണ്ടബിൾ നൗണാണ്. പ്ലൂറലിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു നൗണായിരിക്കും വരിക. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുമ്പോൾ എ ലോട്ട് ഓഫ്, ലോട്ട്സ് ഓഫ്, ദ റെസ്റ്റ് ഓഫ്, ദ ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫ്, ഇങ്ങനെ ഉള്ള ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ സബ്ജക്റ്റിന്റെ ഭാഗത്തേക്ക് വന്നതായിട്ട് കാണാം. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ എ നമ്പർ ഓഫ്, ദ നമ്പർ ഓഫ് എന്ന് പറയുമ്പോൾ അതിനുശേഷം പ്ലൂറൽ നൗണാണ് വരിക. എ നമ്പർ ഓഫ് ബോയ്, ദ നമ്പർ ഓഫ് ബോയ് എന്ന് പറയില്ല. മറിച്ച് എ നമ്പർ ഓഫ് ബോയ്സ്, ദ നമ്പർ ഓഫ് ബോയ്സ് എന്നാ പറയാം. ഇനി എ ലാർജ് എമൗണ്ട് ഓഫ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എ ലാർജ് എമൗണ്ട് ഓഫ് ബോയ് എന്നോ എ ലാർജ് എമൗണ്ട് ഓഫ് ബോയ്സ് എന്നോ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളവിടെ എ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ എന്ന് പറയാം. ഇവിടെ ഈ എ ലോട്ട് ഓഫ്, ലോട്ട്സ് ഓഫ്, ദ റെസ്റ്റ് ഓഫ്, ദ ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫ്, ഇതെല്ലാം ഓഫ് വരുന്ന ഒരു പ്രയോഗ രീതികളെ കുറിച്ച് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവയ്ക്ക് ശേഷം നമുക്ക് പ്ലൂറൽ നൗൺ ഉപയോഗിക്കാം, അൺകൗണ്ടബിൾ നൗൺ ഉപയോഗിക്കാം. ശ്രദ്ധിക്കണം, എ ലോട്ട് ഓഫ്, ലോട്ട്സ് ഓഫ്, ദ റെസ്റ്റ് ഓഫ്, ദ ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫ് എന്നീ പ്രയോഗങ്ങൾക്ക് ശേഷം നമുക്ക് എന്തെല്ലാം ഉപയോഗിക്കാം? പ്ലൂറൽ നൗൺ ഉപയോഗിക്കാം, അതായത് ബോയ്സ് എന്ന് ഉപയോഗിക്കാം, അൺകൗണ്ടബിൾ നൗൺ ഉപയോഗിക്കാം, അതായത് ടൈം എന്നും ഉപയോഗിക്കാം, അല്ലെങ്കിൽ വാട്ടർ എന്നും ഉപയോഗിക്കാം. അപ്പോൾ സ്വാഭാവികം നമ്മൾ മനസ്സിലാക്കാൻ പറ്റും, പ്ലൂറൽ നൗൺ ഉപയോഗിക്കുമ്പോൾ പ്ലൂറൽ വേർബ് ഉപയോഗിക്കണം. അൺകൗണ്ടബിൾ നൗൺ ഉപയോഗിക്കുമ്പോൾ സിംഗുലർ വേർബ് ഉപയോഗിക്കണം. പ്ലൂറൽ നൗൺ ഉപയോഗിക്കുമ്പോൾ പ്ലൂറൽ വേർബ്, അൺകൗണ്ടബിൾ നൗൺ ഉപയോഗിക്കുമ്പോൾ സിംഗുലർ വേർബ്. അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ എപ്പോഴും നമുക്ക് സിംഗുലറേ ഉപയോഗിക്കാൻ പറ്റും. പ്ലൂറൽ ആണെങ്കിൽ എപ്പോഴും പ്ലൂറൽ വേർബേ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എ ലോട്ട് ഓഫ് കാൻഡിഡേറ്റ്സ് ഹാവ് റിട്ടൺ ദ സെയിം റോങ് ആൻസർ. A lot of candidates have written. A lot of candidates has written എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മൾ എ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് പോലെ തന്നെ എ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹാവ് റിട്ടൺ എന്നാണ് പറയാം. ഇനി ദ റെസ്റ്റ് ഓഫ് ദ എഗ്സ് ആർ ബ്രോക്കൺ. ദ റെസ്റ്റ് ഓഫ് ദ എഗ്സ് പ്ലൂറലാണ്ട് ആർ ബ്രോക്കൺ. ലോട്ട്സ് ഓഫ് മണി വാസ് വേസ്റ്റഡ് ഫോർ ദ ബിൽഡിംഗ്. ലോട്ട്സ് ഓഫ് മണി അൺകൗണ്ടബിൾ നൗൺ ആണ്. മണീസ് എന്ന് പറഞ്ഞതിന് പ്ലൂറൽ ഉപയോഗിക്കാറില്ല. അപ്പോൾ ലോട്ട്സ് ഓഫ് മണി വാസ് വേസ്റ്റഡ്. ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് ദ മണി വാസ് വേസ്റ്റഡ്. അവിടെ ഗ്രേറ്ററിന് പകരം ഗ്രേറ്റസ്റ്റും ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം. ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് ദ മണി അൺകൗണ്ടബിൾ നൗൺ ആണ്, അതുകൊണ്ട് വാസ് വേസ്റ്റഡ്. The greater part of the mangoes are rotten. ഇവിടെ ഗ്രേറ്റർ പാർട്ട് കഴിഞ്ഞിട്ട് വന്നത് മാംഗോസ്, പ്ലൂറൽ നൗൺ ആണ്, അതുകൊണ്ട് ആർ ഉപയോഗിച്ചു. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഓഫുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. അപ്പോൾ ഇതിങ്ങനെ പഠിച്ച് മനസ്സിൽ വെച്ചിട്ട് മനസ്സിലെപ്പോൾ തങ്ങി നിൽക്കണമെന്നില്ല. പെട്ടെന്ന് മറന്നു എ നമ്പർ ഓഫ്, ദ നമ്പർ ഓഫും ചിലപ്പോൾ കൺഫ്യൂഷൻ ആയി പോകും. അപ്പോൾ അതിനുള്ള മാർഗമാണ് നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിലൂടെ ഇതിപ്പം നമ്മൾ ഈ ടോപ്പിക് കഴിയുന്നതോടുകൂടി ഇതിലുള്ള ചോദ്യങ്ങളും ഇനി നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിലൂടെയാണ് നമ്മളിത് പഠിച്ചു മുന്നോട്ട്
പോകേണ്ടത്. അപ്പൊ ഇന്ന് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. അതായത് എ നമ്പർ ഓഫ് വന്നാൽ അതിനുശേഷം പ്ലൂറൽ വേർബ് ഉപയോഗിക്കണം. അതുപോലെ ദ നമ്പർ ഓഫ് വന്നാൽ സിംഗുലർ വേർബ് ഉപയോഗിക്കണം. എ ലാർജ് എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ എ ഗുഡ് ഡീൽ ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്, ഇവ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവയ്ക്ക് ശേഷം ഉപയോഗിക്കേണ്ടത് സിംഗുലർ വേർബാണ്. അതേസമയം എ ലോട്ട് ഓഫ്, ലോട്ട്സ് ഓഫ്, ദ റെസ്റ്റ് ഓഫ്, ദ ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫ് അല്ലെങ്കിൽ ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവയ്ക്ക് ശേഷമുള്ള നൗണ് നോക്കിയിട്ട് വേണം വേർബ് തീരുമാനിക്കാൻ. പ്ലൂറൽ നൗൺ ആണെങ്കിൽ പ്ലൂറൽ വേർബ് ഉപയോഗിക്കണം. അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ നമ്മൾ സിംഗുലർ വേർബ് ഉപയോഗിക്കണം. ഇതാണ് നിങ്ങൾ ഇന്ന് പഠിച്ചു വെക്കേണ്ടത്.